ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് കൊട്ടിയൂരാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നഗരിയിലാണുള്ളത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൊന്നിൻ ശീവേലിയും കാഴ്ചകളുമാണ്. പോകാം നമുക്ക് വീഡിയോയിൽ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കണ്ണൂർ ദേശത്തിൻ്റെ മാത്രമല്ല, ലോകം അറിഞ്ഞിരിക്കേണ്ട മഹോത്സവമാണത്. ഇവിടെ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ആഘോഷങ്ങൾ അത്രയേറെയാണ്. ഓരോ ആചാരങ്ങളും പ്രത്യേക ശ്രദ്ധയോടുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ വഴികൾ നമ്മെ നയിക്കുന്നത് കൊട്ടേരിക്കാവിലേക്കാണ്. ചുറ്റുമുള്ള ഈറ്റക്കാടുകൾ നിറഞ്ഞ ഒരു വനത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഉള്ള കൊട്ടേരിക്കാവ്. വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്നാണ് യാഗഭൂമിയായ തിരുവഞ്ചിറയിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നു. കൊട്ടേരിക്കാവിൻ്റെ അധികാരം കുറിച്യ വിഭാഗക്കാരനായ ഒറ്റപ്പിലാൻ എന്നറിയപ്പെടുന്ന ആൾക്കാണ്. ഒറ്റപ്പിലാൻ എന്നാൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പൂണൂലില്ലാത്ത തന്ത്രി എന്നറിയപ്പെടുന്ന ആളാണ്. കുറിച്യ വിഭാഗക്കാരനായ ഒറ്റപ്പിലാൻ്റെ പൂർവികരാണ് അക്കരെ കൊട്ടിയൂരിലെ സ്വയംഭൂ വിഗ്രഹം കണ്ടെത്തിയത് എന്നാണ് വിശ്വാസം. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അവലും കൊട്ടത്തേങ്ങയുമാണ് പ്രസാദമായി നൽകുന്നത്. കൊട്ടിയൂരിൽ മന്നഞ്ചേരി വന്നാൽ കിഴക്കേ നടവഴി ആദ്യം എത്തുന്നത് കൊട്ടേരിക്കാവിൻ്റെ മുന്നിലാണ്. അതുകഴിഞ്ഞാണ് തിരുവഞ്ചിറയിലേക്ക് പോകുന്നത്. കുറിച്യ വിഭാഗക്കാരനായ ഒറ്റപ്പിലാൻ്റെ പൂർവികരാണ് അക്കരെ കൊട്ടിയൂരിലെ സ്വയംഭൂ വിഗ്രഹം കണ്ടെത്തിയത്. ഈ കാണുന്നതാണ് തിരുവഞ്ചിറയിലെ പവിത്രമായ തീർത്ഥക്കുളം. ഇവിടെ നിന്നും ഭക്തർ തീർത്ഥം ശേഖരിച്ച് കുടിക്കുകയും ചിലർ കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നതും കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ക്ഷേത്രത്തിലെ നിവേദ്യങ്ങൾ തയ്യാറാക്കാനും മറ്റും ഈ ജലമാണ് എടുക്കുന്നത്. നല്ല തെളിഞ്ഞ തീർത്ഥമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ്. ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല. കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല. മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം. ബാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുകൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചെന്നു ചേരും. വയനാടൻ ചുരങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തിരുവഞ്ചിറ. തിരുവഞ്ചിറയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു. ഐതിഹ്യ പെരുമയിൽ അമ്മാറക്കല്ലിനെക്കുറിച്ചും പറയാനുണ്ടേറെ. സതീദേവി ജീവത്യാഗം ചെയ്തു എന്ന് കരുതപ്പെടുന്ന സ്ഥലമാണ് അമ്മാറക്കല്ല്. ഈ കാണുന്നതാണ് കൊട്ടിയൂരിലെ തിരുവടുപ്പ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വേളയിൽ ഇവിടുത്തെ തിടപ്പള്ളിയിൽ തയ്യാറാക്കുന്ന ഭക്ഷണം മാത്രമേ അക്കരെ കൊട്ടിയൂരിൽ അനുവദിക്കൂ എന്നതാണ് ചിട്ട. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെയാണ് നിവേദ്യങ്ങളെല്ലാം തയ്യാറാക്കുന്നത്. തിടപ്പള്ളിയിൽ നിവേദ്യമൊരുക്കുന്നതിനായി ലോഡ് കണക്കിന് വിറകുകളാണ് കത്തിക്കാറുള്ളത്. അടുപ്പിലെ ചാരമാകട്ടെ നീക്കാനും പാടില്ല. എന്നാൽ ഇവിടെ കത്തിക്കുന്ന വിറകിന് അതനുസരിച്ചുള്ള ചാരം അടുപ്പിനകത്ത് കുമിഞ്ഞുകൂടുന്നുമില്ല എന്നത് ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. അതേസമയം വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ക്രമത്തിലധികം ചാരം കുന്നുകൂടുകയും ചെയ്യുന്നുണ്ടത്രേ. ഇവിടെയാകട്ടെ നിത്യനിവേദ്യത്തിനാവശ്യമായ വിറകുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നതാണ് പ്രത്യേകത. അപ്പോൾ എങ്ങനെയാകും ഇത്രയധികം ചാരം കുമിഞ്ഞുകൂടുന്നത്? ഇത് ഇന്നും ഒരു അത്ഭുതമായി നിലനിൽക്കുകയാണ്. കൊട്ടിയൂരിലെ തിടപ്പള്ളിയിലെ ചാരം ഭൂതഗണങ്ങൾ യഥാസമയം രാജരാജേശ്വരൻ്റെ തിടപ്പള്ളിയിലേക്ക് മാറ്റുന്നുവെന്നും ഭസ്മപ്രിയനായ ശിവൻ ഭസ്മമായി പൂശുന്നതുകൊണ്ടാണ് 28 ദിവസം പാചകം ചെയ്തിട്ടും
ചാരം കൂടുതലൊന്നുമില്ലാതെ ഇന്നും കൊട്ടിയൂരിലെ തിരുവടുപ്പ് ഇങ്ങനെ എന്ന് വിശ്വസിക്കുന്നു. ഈ കാണുന്ന 2 ഗജവീരന്മാർ ശീവേലി സമയത്ത് ദേവൻ്റെയും ദേവിയുടെയും തിടമ്പേറ്റുന്നവരാണ്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ ഇവർക്ക് നാളികേരവും പഴവും കൊടുത്ത് തൊട്ടു തലോടി ഫോട്ടോയും എടുത്താണ് മിക്കവരും മടങ്ങുക. ശീവേലി സമയത്ത് മുന്നിലുള്ള ഗജവീരൻ്റെ പുറത്ത് സതീദേവിയും തൊട്ടു പിന്നാലെയായി ഭഗവാനെയുമാണ് എഴുന്നള്ളിക്കുന്നത്. ശീവേലിയിലുമുണ്ട് പ്രത്യേകതകളേറെ. ഉച്ച ശീവേലിയിൽ 6 വലം വെക്കുമ്പോൾ രാത്രി ശീവേലിയിൽ അത് 12 ആകും. പ്രധാന ദിവസങ്ങളിൽ പൊന്നിൻ ശീവേലിയും ഉണ്ടാകാറുണ്ട്. പൊന്നിൻ ശീവേലി നടക്കുമ്പോൾ ഭഗവാന് അഭിഷേകം ചെയ്യുന്ന സ്വർണം, വെള്ളി, കുംഭങ്ങളും എഴുന്നള്ളിക്കാറുണ്ട്. കൂടാതെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരായിരിക്കും ശിവപാർവതിമാരെ എഴുന്നള്ളിക്കുന്നത്.
ഇവിടെ വിശേഷ ദിവസങ്ങളിൽ അവകാശികൾക്കും തിരുമേനിമാർക്കും സദ്യ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുമുണ്ട് പ്രത്യേകത. കാട്ടുവാഴ ഇലയിലാണ് ഇവർക്ക് സദ്യ വിളമ്പി കൊടുക്കുന്നത്. ഇവിടുത്തെ ഓരോ ചടങ്ങിനും കാട്ടുവാഴ ഇലയാണ് ഉപയോഗിക്കാറ്. ഭക്തജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞ കൊട്ടിയൂർ. മണിക്കൂറുകളോളം കാത്തുനിന്ന് ക്യൂവിൽ നിന്ന് ഭക്തർ ഭഗവാനെ തൊഴാനെത്തുന്നു. വെയിലായാലും മഴയായാലും ഭക്തജനങ്ങൾ ഭക്തിയോടുകൂടി കൊട്ടിയൂർ പെരുമാളെ തൊഴാൻ, ഒരു നോക്ക് കാണാൻ ആ ക്യൂവിൽ കാത്തു നിൽക്കും. വളരെ ദൂരെ നിന്ന് പോലും യാത്ര ചെയ്ത് കൊട്ടിയൂരിലെത്തുന്ന ഭക്തജനങ്ങൾ തങ്ങളുടെ ആരാധനാമൂർത്തിയായ കൈലാസനാഥനെ ഒരു നോക്ക് കാണാൻ ക്യൂവിൽ നിന്ന് ആ മണിത്തറക്ക് മുന്നിലെത്തുമ്പോൾ ഭക്തിയുടെ പരകോടിയിലായിരിക്കും. മൃത്യുഞ്ജയമൂർത്തി, ഉമാമഹേശ്വരൻ, ഓംകാരമൂർത്തി, പരബ്രഹ്മമൂർത്തി തുടങ്ങിയ പല ഭാഗങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു. തിരുവഞ്ചിറയുടെ നാലു ചുറ്റും ഭക്തജനലക്ഷങ്ങൾ തടിച്ചുകൂടിയ കാഴ്ചകളും നമുക്കിവിടെ കാണാം. ശങ്കരാചാര്യരാണ് ക്ഷേത്രത്തിലെ ഉത്സവച്ചിട്ടകൾ ഏകീകരിച്ചത്. മേടമാസം വിശാഖം നാളിൽ ഉത്സവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇക്കരെ കൊട്ടിയൂരിൽ പ്രക്കുഴം കൂടും. കൂടാതെ കൊട്ടിയൂരിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയുള്ള മണത്തണയിലെ ശ്രീ പോർക്കലി ക്ഷേത്രത്തിന് അടുത്തുള്ള ആയില്യാർ കാവിലും ആലോചന നടക്കും.
ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പൊന്നും ശീവേലിയും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.